ഒരു പ്രായം കഴിഞ്ഞവർക്ക് ജീവിക്കാൻ അതൊക്കെ മതിയാവും. അതുപോലെയല്ല പുതുതായി കുടുംബജീവിതം തുടങ്ങിയവരുടെ കാര്യം. അതുകൂടി എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. വിനയ, ഞങ്ങളെല്ലാവരും ജീവിതത്തോട് പൊരുതി തന്നെയാ ഇവിടം വരെ എത്തിയത്. എല്ലാവരുടെയും ജീവിതത്തിൽ ചില താളപ്പിഴകളും ഉണ്ടാവാം. അതിലൊന്നും നിരാശപ്പെടാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. അത് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. അച്ഛൻ്റെ മകൾ ഇന്നലെ എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ അവളെ തിരക്കി പഞ്ചരത്നത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അവളെക്കുറിച്ചൊരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നത്. ചീരു എവിടെ ഉണ്ടെന്ന് ഞങ്ങളാരെങ്കിലും തന്നെ നിങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ അറിയിച്ച വിനയൻ അവളെ തിരക്കി വരും. അതൊഴിവാക്കണമെന്ന് ചീരു പറഞ്ഞു. അവൾക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ അത് ആവശ്യമായിരുന്നു വിനയ. എന്നെ ഡിവോഴ്സ് ചെയ്യാനായിരിക്കും അവളുടെ തീരുമാനം അല്ലേ? ഏയ്, അങ്ങനൊരു തീരുമാനം ഇനി ചീരു എടുക്കില്ല. പകരം വിനയനെ സഹായിക്കാനാണ് അവളുടെ തീരുമാനം. വിനയന്റെ പുതിയ ബാധ്യതയെക്കുറിച്ചൊക്കെ ചീരു എന്നോട് പറഞ്ഞു. അതത്ര നിസ്സാര വിഷയമൊന്നല്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ ഞാനത് നിസ്സാരമായിട്ട് കാണുന്നു. കാശിറക്കി കാശുണ്ടാക്കാനൊക്കെ എനിക്കറിയാം. അവളത് പൊലിപ്പിച്ച് കാണിച്ച് എന്നെ അപമാനിക്കാൻ അങ്ങോട്ടേക്ക് വന്നത് അല്ലേ? അല്ല വിനയ, നീ എത്ര കാശുണ്ടാക്കിയാലും മാസം 75,000 രൂപ പലിശ മാത്രം കൊടുത്ത് നിനക്ക് ഈ വീട് തിരിച്ചു പിടിക്കാനാവില്ല. വിനയ, അതുകൊണ്ട് നീ വാങ്ങി 25 ലക്ഷം രൂപ എത്രയും വേഗം തിരിച്ചു കൊടുത്ത് വീടിന്റെ പ്രമാണം തിരിച്ചെടുത്തേ പറ്റൂ. സത്യം പറഞ്ഞാൽ അത്രയും പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു സഹായം ആവശ്യപ്പെട്ടാണോ ചീരു വന്നത്? അല്ല, അവൾ വന്നത് നീയും മക്കളും അടങ്ങുന്ന അവളുടെ കുടുംബത്തെ താങ്ങി നിർത്താനുള്ള ഒരു വഴിയുമായിട്ടാ. അതിന് എന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടിട്ടാ.